ആപ്റ്റിക്സ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് നിങ്ങൾക്കറിയാം, ഏതാ? കോങ്കോഡ് അല്ലെ. കോങ്കോഡ് എന്നറിയപ്പെടുന്ന ടോപ്പിക്കല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ കോങ്കോഡിലെ ബാക്കി ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കോങ്കോഡിലെ ബാക്കി അടുത്ത സെക്ഷൻ ആകുമ്പോൾ പറയാം. കോങ്കോഡിൽ കുറെ സെക്ഷൻ പഠിക്കാണ്ട് അടുത്ത സെക്ഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താ കലക്റ്റീവ് നൗൺ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കലക്റ്റീവ് നൗൺ എന്ന് കേട്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോങ്കോഡിലെ ഭാഗമാണ് പറയാൻ പോകുന്നത്. എന്താ കലക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാല്? കലക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന ഒരു സിസ്റ്റത്തെയാണ് ഇംഗ്ലീഷിൽ കലക്റ്റീവ് നൗൺ എന്ന് പറയാം. അതിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അതിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന ഒരു സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കാം? കലക്റ്റീവ് നൗൺ. ഇപ്പൊ ഞാൻ ഫാമിലി എന്ന് പറയണം. ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു കലക്റ്റീവ് നൗൺ ആണ് അല്ലെ. ഇപ്പൊ അച്ഛൻ മാത്രം ഉണ്ടായ ഫാമിലിയേ ഉള്ളൂ, അമ്മ മാത്രം ഉണ്ടായ ഫാമിലിയേ ഉള്ളൂ? ഇല്ല, അച്ഛനും അമ്മയും സഹോദരനും സഹോദരി എല്ലാവരും ചേർന്ന ഒരു സിസ്റ്റമാണ് എന്ത്? ഫാമിലി. ഒരു കലക്റ്റീവ് നൗൺ. ഇനി ഗവൺമെന്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു കലക്റ്റീവ് നൗൺ ആണ് അല്ലെ. അപ്പൊ മുഖ്യമന്ത്രി മാത്രം ഉണ്ടായി ഗവൺമെന്റ് ആവുള്ളൂ, ഗവർണർ മാത്രം ഉണ്ടായി ഗവൺമെന്റ് ആവുള്ളൂ? ഇല്ല, അവിടെ മുഖ്യമന്ത്രി, ഗവർണറും മന്ത്രിമാരെ എല്ലാവരും ചേർന്ന ഒരു സിസ്റ്റത്തെ എടുത്ത് വിളിക്കുക ഗവൺമെന്റ് എന്ന് വിളിക്കാം. മനസ്സിലാവുന്നു? ഇപ്പൊ കമ്മിറ്റി എന്ന് ഞാൻ പറയാണ്. ഇപ്പൊ പ്രസിഡന്റ് മാത്രം ഉണ്ടായ കമ്മിറ്റി ഉള്ളൂ? ഇല്ല, അവിടെ പ്രസിഡന്റും അതിന് താഴെ കുറെ പേരും അതിന് താഴെ കുറെ പേരും ഇങ്ങനെ കുറെ ആൾക്കാർ ചേർന്ന ഒരു സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുക? കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെ. പി എസ് സിന്റെ കമ്മീഷനാണ്. ചെയർമാൻ ഉണ്ടാവും, അതിന്റെ താഴെ കുറെ പേരുണ്ടാവും. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന ഒരു സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കാം? കമ്മീഷൻ, കമ്മിറ്റി, കൗൺസിൽ, ദ ഓഡിയൻസ്, ശ്രോതാക്കളുടെ ഒരു കൂട്ടത്തെയാണ് ഓഡിയൻസ് എന്ന് വിളിക്കുക. ജീവനക്കാരുടെ കൂട്ടത്തെയാണ് സ്റ്റാഫ് എന്ന് പറയാം. വിദ്യാർത്ഥികളുടെ കൂട്ടത്തെയാണ് ക്ലാസ് എന്ന് പറയും. ഇതല്ലേ കലക്റ്റീവ് ആണ്. ഗവൺമെന്റ്, അസംബ്ലി, ഫാമിലി, കമ്മിറ്റി, കമ്മീഷൻ, കൗൺസിൽ, ഓഡിയൻസ്, സ്റ്റാഫ്, ക്ലാസ്, ഇതെല്ലാം എന്താണ്? കലക്റ്റീവ് നൗൺ ആണ്. ഓക്കെ, ശരി. അപ്പൊ ഈ കലക്റ്റീവ് നൗൺ സബ്ജക്റ്റ് ആയി വരുന്ന സമയത്ത്, കലക്റ്റീവ് നൗൺ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കും. അത് സിംഗുലർ ആകാം അല്ലെങ്കിൽ പ്ലൂറൽ ആകാം. ഓക്കെ, ശരി. ഇനി അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാറ്? ചില വാക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അത് സിംഗുലർ ആണെങ്കിൽ ശ്രദ്ധിക്കണം, അത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. അത് സിംഗുലർ ആകണമെങ്കിൽ അവിടെ ഒരു ഐക്യം ഉണ്ടാവണം. ആ കലക്റ്റീവ് നൗണിലെ അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടെങ്കിൽ അവിടെ സബ്ജക്ട് സിംഗുലർ ആയിരിക്കും. ഇനി ആ കലക്റ്റീവ് നൗണിലെ അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഇല്ലെങ്കിൽ അവിടെ സബ്ജക്ട് പ്ലൂറൽ ആയിരിക്കും. ഇനി ഐക്യം ഉണ്ടോ ഐക്യമില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അവിടെ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ കണ്ടാലാണ് ഐക്യം ഉണ്ടോ ഐക്യമില്ലെന്ന് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ കലക്റ്റീവ് നൗണുകൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കും. അതെപ്പോഴാ സിംഗുലർ ആകുക? ആ കലക്റ്റീവ് നൗണിലെ അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടെങ്കിൽ അവിടെ സബ്ജക്ട് സിംഗുലർ ആയിരിക്കും. ഇനി ആ കലക്റ്റീവ് നൗണിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യമില്ലെങ്കിലോ അവിടെ സബ്ജക്ട് പ്ലൂറൽ ആയിരിക്കും. ഇനി ഐക്യണ്ടോ ഐക്യണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഐക്യണ്ടോ ഐക്യല്ലെന്ന് അല്ലെ. ഓക്കെ, അത് ഞാൻ പറയട്ടോ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. The committee dash in disagreement with one another about the issue now. ഈ ഡിസഗ്രിമെന്റിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് നോക്കുക. എന്താ അതിന്റെ അർത്ഥം? The committee dash in disagreement. എന്താ ഡിസഗ്രിമെന്റ് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐക്യമില്ലായ്മയിലാണ്, പൊരുത്തമില്ലായ്മയിലാണ്. അപ്പൊ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ കണ്ടാൽ മനസ്സിലാവും അവിടെ ഐക്യണ്ടോ ഐക്യല്ലേന്ന്. മനസ്സിലാവും? അവിടെ ഐക്യം ഉണ്ടെങ്കിൽ അവിടെ സബ്ജക്ട് സിംഗുലർ ആണ്, അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആവണം. ഇനി ഐക്യം ഇല്ലെങ്കിൽ അവിടെ സബ്ജക്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്താവണം? പ്ലൂറൽ ആവണം. മനസ്സിലായോ? ഇപ്പൊ അവിടെ ഡിസഗ്രിമെന്റ് എന്നുള്ളൊരു പദമുണ്ട്. ഐക്യണ്ടോ ഐക്യല്ലേ? ഐക്യമില്ല. ഡിസഗ്രിമെന്റ് പറഞ്ഞ എന്താ അർത്ഥം? പൊരുത്തക്കേട്, ഐക്യമില്ലായ്മ എന്നർത്ഥം. അതേസമയം എഗ്രിമെന്റ് ആണെങ്കിലോ ഐക്യമുണ്ട്. എഗ്രിമെന്റ് പറഞ്ഞ എന്താ അർത്ഥം? ചേർച്ച അല്ലെങ്കിൽ പൊരുത്തം അല്ലെങ്കിൽ ഐക്യം എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ അവിടെ ഡിസഗ്രിമെന്റ് ആണ്, അപ്പൊ ഐക്യമില്ല. ദ കമ്മിറ്റി ഡാഷ് ഇൻ ഡിസഗ്രിമെന്റ് വിത്ത് വൺ അനദർ എബൌട്ട് ദ ഇഷ്യൂ നൗ. ഇവിടെ നൗ എന്നുള്ള പദമുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇവിടെ വാസും വേറും വരില്ല. ഒന്നില്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്. ഇതിൽ ആരോ ഒരാളാണ് ശരി. ഓക്കെ, അവിടെ വാസും വേറും വരില്ല. ഒന്നില്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്. ഇതിൽ ആരോ ഒരാളാണ് ശരി. ഇനി നോക്കൂ, ഞാൻ പറഞ്ഞു ഇവിടെ ഐക്യം ഉണ്ടോ? ഇല്ല, അവിടെ ഐക്യമില്ല. കാരണം ഇവിടെ ഡിസഗ്രിമെന്റ് എന്നുള്ളൊരു പദമില്ല. ഞാൻ പറഞ്ഞു ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ കണ്ട മനസ്സിലാക്കാൻ ഐക്യമുണ്ട് ഐക്യമില്ല. ഇവിടെ ഐക്യമില്ല. ഇവിടെ ഡിസഗ്രിമെന്റ് പറഞ്ഞ അർത്ഥം പൊരുത്തക്കേട് എന്നർത്ഥം. അപ്പൊ ഇവിടെ സബ്ജക്ട് പ്ലൂറൽ ആണ്. അപ്പൊ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്താകണം? പ്ലൂറൽ ആണ്. അപ്പൊ കമ്മിറ്റി എന്താ വരിക? ഈസ് ആർ എന്താ വരിക? ആറാണ് ശരി. അടുത്ത ചോദ്യം എന്താ? The class has unanimously answered the question. അല്ലെ, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The class has unanimously answered the question. ഇതുവരെയാണ് ചോദ്യം ഉള്ളത് അല്ലെ.
The class has unanimously answered the question. Question വരെയാണ് ചോദ്യം ഉള്ളത്. അല്ലെ the class കഴിഞ്ഞൊരു സ്ലാഷ് ഇടുക, has unanimously കഴിഞ്ഞൊരു സ്ലാഷ് ഇടുക, answered the question കഴിഞ്ഞൊരു സ്ലാഷ് ഇടുക. The classന് 1 എഴുതുക, ഇല്ല has unanimously 2 എഴുതുക, answered the question 3 എഴുതുക, അവസാനം no error 4 എഴുതുക. എന്താ no error എന്ന് പറഞ്ഞ അർത്ഥം? ഇതിൽ ഒരു തെറ്റും ഇല്ല എന്നർത്ഥം. ഇപ്പൊ ഒന്നാമത്തെ ഭാഗത്തെ തെറ്റിന്റെ ആ ഭാഗം ടിക്ക് ചെയ്യുക, രണ്ടാമത്തെ ഭാഗത്തെ തെറ്റിന്റെ ആ ഭാഗം ടിക്ക് ചെയ്യുക, മൂന്നാമത്തെ ഭാഗത്തെ തെറ്റിന്റെ ആ ഭാഗം ടിക്ക് ചെയ്യുക. ഇനി എല്ലാം ശരിയാണെങ്കിൽ നോ എറർ ടിക്ക് ചെയ്യുക. നോ എറർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെറ്റില്ല. ഇതിൽ തെറ്റുണ്ടോ? ഇതിൽ തെറ്റുണ്ട്. നോക്കൂ, the class has unanimously. എന്താ unanimously എന്ന അർത്ഥം? എന്താ എന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഞാൻ എനിക്കറിയാം, ഇവിടെ അയക്കണ്ടോ അയക്കല്ലേ എന്ന്. എന്റെ അർത്ഥം the class has unanimously answered the question to the teacher. the question എന്താ എന്റെ അർത്ഥം? എന്താ ആ ചോദ്യത്തിന്റെ ഉത്തരം ആ ക്ലാസ്സിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഐക്യകണ്ഠേന മറുപടി പറഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരം ക്ലാസ്സിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഐക്യകണ്ഠേന മറുപടി പറഞ്ഞു. അപ്പോൾ ഐക്യണ്ടോ? ഐക്യണ്ട്. കാരണം യുനാനിമസ്ലി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഐക്യകണ്ഠേന, ഒറ്റ സ്വരത്തിൽ നിന്നർത്ഥം. ഐക്യണ്ട്, ഇവിടെ ഐക്യണ്ട്. അപ്പൊ ഇവിടെ ക്ലാസ് എന്നറിയപ്പെടുന്ന ആ കളക്റ്റീവ് നൗൺ സിംഗുലർ പ്ലൂറൽ സിംഗുലർ ആണ്. അപ്പൊ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്താകണം? സിംഗുലർ ആണ്. ഇവിടെ ഹാസ് എന്നറിയപ്പെടുന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട സിംഗുലർ വെർബ് എന്താ? ഹാസ് ആണ്. അത് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തെറ്റില്ല. ഓക്കെ, ശരി. അടുത്ത ചോദ്യം എന്താ? The government has taken their decision. ഇതാണ് ചോദ്യം. ഇതിൽ ഈ 3-4 ചോദ്യം പ്രധാനപ്പെട്ട 2 ചോദ്യമാണ് കേട്ടോ. അതിൽ ദയറിന്റെയും ഇറ്റ്സിന്റെയും അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ആ മൂന്നാമത്തെ ചോദ്യത്തിൽ ദയറിന്റെ, നാലാമത്തെ ചോദ്യം ഇറ്റ്സ് ഉണ്ട്. അതിന്റെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. The government has taken their decision. എന്താ അർത്ഥം? ഗവൺമെന്റിലെ അംഗങ്ങൾ അവരുടെ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ദയർ ശ്രദ്ധിക്കണം. ഈ കളക്റ്റീവ് നൗണിന് ശേഷം നോക്കുക, ദയർ എന്നുള്ളൊരു പദം ഉണ്ട് നോക്കുക. ദയർ അല്ലെങ്കിൽ ഇറ്റ്സ് എന്നുള്ള പദം ഉണ്ട് നോക്കുക. ഇറ്റ്സ് എന്നുള്ള പദം ഉണ്ടെങ്കിൽ അവിടെ ഐക്യുണ്ട് എന്നാണ് അർത്ഥം. മറക്കരുത് കേട്ടോ. ഇറ്റ്സ് എന്നുള്ള പദം ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? അവിടെ ഐക്യുണ്ട് എന്നർത്ഥം. ഇനി ദയർ എന്നുള്ള പദം ഉണ്ടെങ്കിലോ ഐക്യം ഇല്ല എന്നർത്ഥം. ഐക്യം ഇല്ല എന്നർത്ഥം. ഇറ്റ്സ് എന്നുള്ള പദം ഉണ്ടെങ്കിൽ ഐക്യുണ്ട്, ദയർ എന്നുള്ള പദം ഉണ്ടെങ്കിൽ ഐക്യമില്ല. അപ്പൊ മറക്കരുത് കേട്ടോ. കളക്റ്റീവ് നൗണിന് ശേഷം ഇറ്റ്സ് എന്നുള്ള പദം കണ്ടാൽ ഐക്യുണ്ട്, ദയർ എന്നുള്ള പദം ഉണ്ടെങ്കിൽ ഐക്യമില്ല. മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ദ ഗവൺമെന്റ് ഹാസ് ടേക്കൺ ദയർ ഡിസിഷൻ. ദയർ എന്നുള്ള പദം ഉണ്ട് കണ്ടോ. അപ്പൊ ഐക്യമില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ സബ്ജക്ട് സിംഗുലർ പ്ലൂറൽ ആണ്. അപ്പൊ ഹാസ് എന്നറിയപ്പെടുന്ന സിംഗുലർ വെർബോട് ഉപയോഗിച്ചത് ശരിയാണ്? ഇല്ല. ഇവിടെ എന്താ ചേർക്കുക? ഹാവ് ആണ്. ശരി. അടുത്ത ചോദ്യം എന്താ? The government has taken its decision. ഇതാണ് ചോദ്യം. ഇവിടെ ഇറ്റ്സ് എന്നുള്ള ഒരു പദം കണ്ടോ. ഇറ്റ്സ് ഐക്യുണ്ട്, ഐക്യല്ലേ? ഐക്യുണ്ട്. ഗവൺമെന്റ് അതിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഐക്യുണ്ട്. ഇറ്റ്സ് എന്നുള്ള പദം കണ്ടാൽ ഐക്യുണ്ട്. അപ്പൊ സബ്ജക്ട് ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് അതിനെ ഉപയോഗിക്കേണ്ട വെർബ് എന്താണ്? സിംഗുലർ ആണ്. ഹാവിന്റെ സിംഗുലർ എന്താ? ഹാസ് ആണ്. ശരി. അപ്പൊ ഈ ഭാഗമാണ് തെറ്റ്. മനസ്സിലായി? ഇവിടെ ഹാവ് ടേക്കൺ എന്നാ പറയുന്നത്. കാരണം ദയർ ഉണ്ട്. അപ്പൊ ഹാവ് എഴുതണം. ഇവിടെ ഇറ്റ്സ് ആണത്. അപ്പൊ ഹാസ് എഴുതണം. മനസ്സിലായി പറഞ്ഞത്? ശരി. അപ്പൊ ഇതാണ് കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട് കോങ്കോഡിന് ചോദിക്കുന്ന PSC ചോദിക്കാനുള്ള ഭാഗം. ഓക്കെ, അപ്പൊ ഈ കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം കൂടി നിങ്ങൾക്ക് PSCക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. 2 കളക്റ്റീവ് നൗൺ ഉണ്ട്. പക്ഷെ അത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത് അവിടെ ഐക്യമുണ്ടോ ഐക്യമില്ലെന്ന് നിങ്ങൾ നോക്കാനേ പാടില്ല. അത് എപ്പോഴും പ്ലൂറൽ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. 2 കളക്റ്റീവ് നൗൺ ഉണ്ട്. അത് ഐക്യമുണ്ടോ ഐക്യമില്ലെന്ന് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. അത് എപ്പോഴും എന്താണ്? അത് എപ്പോഴും പ്ലൂറൽ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. അതെന്താ അറിയോ? ഒന്ന് പോലീസ്, അടുത്തത് കാറ്റിൽ. ഒന്ന് പോലീസ്, അടുത്തത് കാറ്റിൽ. ഈ 2 കളക്റ്റീവ് നൗൺ. ഈ 2 കളക്റ്റീവ് നൗൺ എന്താണ്? ഇത് 2 കളക്റ്റീവ് നൗൺ ആണ്. പക്ഷെ ഇവിടെ ഐക്യമുണ്ടോ ഐക്യമില്ലെന്ന് ഒരിക്കലും നോക്കാൻ പാടില്ല. ഇത് എപ്പോഴും പ്ലൂറൽ ആണ് കേട്ടോ. ഇത് പോലീസ് കാറ്റ്. ഇത് 2 ഒരുപാട് തവണ PSCക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം, ഇത് എപ്പോഴും പ്ലൂറൽ ആയിട്ട്. 2 പോലീസ് പറഞ്ഞ എന്താ അർത്ഥം? പോലീസുകാരുടെ ഒരു കൂട്ടത്തെയാണ് പോലീസ് എന്ന് പറയാം. ശരിക്കും പോലീസ് പറഞ്ഞ എന്താ അർത്ഥം? പോലീസുകാരുടെ ഒരു കൂട്ടത്തെയാണ് പോലീസ് എന്ന് പറയാം. അപ്പൊ ഒരു പോലീസുകാരൻ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഒരു പോലീസുകാരൻ എന്താ വിളിക്കുക? പോലീസ് മാൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? പോലീസ് മാൻ. അപ്പൊ പോലീസ് പറഞ്ഞ അർത്ഥം അവിടെ ഒരു കൂട്ടം പോലീസുകാരുണ്ടെന്നാണ് അർത്ഥം. ഈ കാറ്റ് പറഞ്ഞാലോ കന്നുകാലികൾ കേട്ടോ, കന്നുകാലികളൊക്കെ. ശരി. ഓക്കെ, അപ്പൊ അവിടെ ഐക്യണ്ട ഐക്യല്ല നോക്കുന്നത് പ്ലൂറലാണ് അല്ലെ? ശരി. അപ്പൊ ദ പോലീസ് ഡാഷ് ഇസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് നൗ. ഇതാണ് ചോദ്യം അല്ലെ? ദ പോലീസ് ഡാഷ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് നൗ. നൗ എന്നുള്ള പദണ്ട്. അപ്പൊ നിങ്ങൾ കാര്യം വാസും വേറും വരില്ല. ഒന്നിലെ ഈസ് അല്ലെങ്കിൽ ആറ്. ഇനി ഞാൻ പറഞ്ഞു പോലീസ് കാറ്റ് 2 കളക്റ്റീവ് നൗൺ ആണ്. എപ്പോഴും പ്ലൂറൽ ആയിട്ട് വേണം പരിഗണിക്കാൻ. അതുകൊണ്ട് അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്താണ്? പ്ലൂറലാണ്. അപ്പൊ ഈസ് ആറാണ്. ശരി. അടുത്തത് കാറ്റിൽ ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് നൗ. കന്നുകാലികൾ ഇപ്പോൾ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൗ എന്നുള്ള പദണ്ട്. അപ്പൊ വാസുമല്ല വേറുമല്ല. ഒന്നില്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്. ഇതിൽ ആരോ ഒരാളാണ്. ശരി. ഇനി ഞാൻ പറഞ്ഞു കാറ്റിൽ എന്ന് പറഞ്ഞ എന്താണ്? കളക്റ്റീവ് നൗൺ. അത് എപ്പോഴും പ്ലൂറലാണ്. അതുകൊണ്ട് അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്താകണം? പ്ലൂറലാണ്. അപ്പൊ എന്താ പറയാ? ആറ്.
ഇനി അടുത്ത ഭാഗം പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഏരിയ, കോങ്കോഡിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ശരി. നോക്കാം, ഒരു ചോദ്യത്തിന്റെ തുടക്കം എ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, നൺ ഓഫ്. എന്തൊക്കെയാ ഒരു ചോദ്യത്തിന്റെ തുടക്കം? എ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, നൺ ഓഫ്. ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരു ചോദ്യം തുടങ്ങുകയും എന്നിട്ട് നോക്കുക, അതിനുശേഷം ഒന്നില്ലെങ്കിൽ കൗണ്ടബിൾ നൗൺ വരും, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ വരും. ഒന്നില്ലെങ്കിൽ കൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ എന്താന്ന് ഞാൻ പറയാം. കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് പ്ലൂറൽ ആയിരിക്കണം. ആറ്, വേറ്, ഹാവ് അല്ലെങ്കിൽ ടു ഫോം. ഇനി അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഈസ്, വാസ്, ഹാസ് അല്ലെങ്കിൽ ഡസ്. മനസ്സിലായി പറഞ്ഞത്? ഒരു ചോദ്യത്തിന്റെ തുടക്കം എ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, നൺ ഓഫ്. ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരു ചോദ്യം തുടങ്ങുകയും അതിനുശേഷം ഒരു കൗണ്ടബിൾ നൗൺ വരാം, അൺകൗണ്ടബിൾ നൗൺ വരാം. കൗണ്ടബിൾ നൗൺ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഇനി അൺകൗണ്ടബിൾ നൗൺ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. മനസ്സിലായി പറഞ്ഞത്? ശരി. അപ്പൊ എന്താ കൗണ്ടബിൾ നൗൺ, എന്താ അൺകൗണ്ടബിൾ നൗൺ? അതാണ് ഞാൻ അവിടെ പറയാൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? എണ്ണാൻ പറ്റുന്ന വസ്തുക്കൾക്കാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയാം. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാലോ സംതിങ് വിച്ച് കനോട്ട് ബി കൗണ്ടഡ്. എണ്ണാൻ പറ്റാത്ത വസ്തുക്കൾക്കാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. ഇപ്പൊ വാട്ടർ, ജലം. ആരെങ്കിലും എനിക്ക് ഒരു ജലം വേണം, രണ്ട് ജലം വേണം, മൂന്ന് ജലം വേണം പറയില്ല. വാട്ടർ, അത് ജലം അങ്ങനെ പറയാൻ പാടുള്ളൂ. മിൽക്ക്, അതായത് ദ്രാവക രൂപത്തിലുള്ളത് എല്ലാം അൺകൗണ്ടബിൾ ആണ്. ദ്രാവക രൂപത്തിലുള്ളത്. ഓക്കെ, ശരി. ഇനി നോക്കുക, സാൻഡ് അൺകൗണ്ടബിൾ ആണ്, ഷുഗർ അൺകൗണ്ടബിൾ ആണ്, സോൾട്ട് അൺകൗണ്ടബിൾ ആണ്, എയർ വായു അൺകൗണ്ടബിൾ ആണ്. എനിക്ക് ഇവിടെ ഒരു വായു ഉണ്ട്, രണ്ട് വായു ഉണ്ടെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. ഇതെല്ലാം അൺകൗണ്ടബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഫേർണിച്ചർ. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, ഇനി അൺകൗണ്ടബിൾ ആളുകളെ തിരിച്ചറിയാനുള്ള വേറെ വഴിയാണ് എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റാത്തത് എല്ലാം അൺകൗണ്ടബിൾ ആണ്. ഇപ്പൊ ബോയ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? ബോയ്സ്. ഗേൾ എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? ഗേൾസ്. അല്ലെ, ഡെസ്ക് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? ഡെസ്ക്. ട്രീ എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? ട്രീസ്. അല്ലെ, തീർച്ചയായിട്ടും. ഓക്കെ, അത് എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റും. അല്ലെ, ഇപ്പൊ സ്റ്റുഡന്റ് എന്നുള്ളതിന്റെ പ്ലൂറൽ സ്റ്റുഡൻസ്. അല്ലെ, ഇപ്പൊ പെൻ എന്നുള്ളതിന്റെ പ്ലൂറൽ പെൻസ്. അല്ലെ, പെൻസ് എസ്സിൽ അവസാനിപ്പിച്ച പ്ലൂറൽ ആവും. പക്ഷെ എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റാത്ത വെർബുകൾ. ഇപ്പൊ വാട്ടേഴ്സ്, ജലങ്ങൾ എന്നൊരു വാട്ടേഴ്സ് ആരെയും പറയും? ഇല്ല. മിൽക്സ് എന്നാരെയും പറയും? ഇല്ല. സാൻഡ്സ്, ഷുഗേഴ്സ്, എനിക്ക് കുറച്ച് ഷുഗേഴ്സ് വേണമെന്ന് ലോകത്ത് ആരെങ്കിലും പറയും? ഇല്ല. സോൾട്സ്, ഉപ്പുകൾ, അല്ലെ കുറച്ച് ഉപ്പുകൾ വേണം? ഇല്ല. അതൊക്കെ അൺകൗണ്ടബിൾ ആണ്. അപ്പൊ എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റാത്ത നൗണുകളെല്ലാം അൺകൗണ്ടബിൾ നൗണുകളാണ്. അതേസമയം എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റുന്നതെല്ലാം എന്താണ്? കൗണ്ടബിൾ നൗൺ. എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റുന്നതെല്ലാം എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റിയാൽ അത് കൗണ്ടബിൾ നൗണും, എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ, മനുഷ്യ രൂപത്തിലുള്ളത് എല്ലാം കൗണ്ടബിൾ നൗൺ ആണ്, മറക്കരുത് കേട്ടോ. മനുഷ്യ രൂപത്തിൽ മനുഷ്യരിലുണ്ട്. ഇപ്പൊ ഗേൾസ്, ബോയ്സ്, സ്റ്റുഡൻസ്, ഇതെല്ലാം പീപ്പിൾ, ഇതെല്ലാം കൗണ്ടബിൾ ആണ്. മനുഷ്യ രൂപത്തിലുള്ളത് എല്ലാം എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്, മറക്കരുത്. ഓക്കെ, ശരി. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് അൺകൗണ്ടബിൾ ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. മണി, പണം എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റും, ശരിയാ. പക്ഷെ ബ്രിട്ടീഷുകാർ അത് അൺകൗണ്ടബിൾ നൗണിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരെങ്കിലും മണീസ് എന്ന് പറയും? എനിക്ക് കുറച്ച് പണങ്ങൾ വേണമെന്നതിനെ മണീസ് എന്ന് പറയൂ? ഇല്ല. എനിക്ക് കുറച്ച് പണങ്ങൾ വേണമെന്ന് മലയാളത്തിൽ തന്നെ പറയാറില്ല. പണം വേണമെന്ന് പറയാൻ പാടുള്ളൂ. കാരണം എന്താ? അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ മണി എന്ന് പറഞ്ഞാൽ മറക്കരുത്, അൺകൗണ്ടബിൾ നൗൺ ആണ്. പിന്നെ ഫേർണിച്ചർ, പ്രധാനപ്പെട്ട വാക്ക് പറയാൻ പോകുന്നത് ഫേർണിച്ചർ അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ഫേർണിച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല, എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആണ്, ഇൻഫർമേഷൻസ് പറയാൻ പാടില്ല, പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അപ്പൊ പിന്നെ എയർ ഞാൻ പറഞ്ഞു, എയേഴ്സ് കുറച്ച് എയേഴ്സ് ഒന്നും ആരും പറയാറില്ല. അല്ലെ, ഒരു എയർ, രണ്ട് എയർ എന്ന് പറയാൻ പാടില്ല, അതൊക്കെ അൺകൗണ്ടബിൾ നൗൺ ആണ്, മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു മനുഷ്യ രൂപത്തിലുള്ള എല്ലാം കൗണ്ടബിൾ നൗൺ ആണ്. പിന്നെ എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റുന്നത് എല്ലാം കൗണ്ടബിൾ നൗൺ ആണ്. ഇനി എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. മനസ്സിലായി പറഞ്ഞത്? ശരി. അപ്പൊ കുറെ ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, രണ്ട് ചോദ്യം എഴുതിയിട്ടുണ്ട്. എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഡാഷ് ദ പ്ലേസ് എവരിഡേ. അല്ലെ, തീർച്ചയായിട്ടും. അപ്പൊ അവിടെ എവരിഡേ എന്നുള്ള ഒരു പദം ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം എവരിഡേ എന്നുള്ള പദം കണ്ടാൽ അവിടെ ആൻസർ ഒന്നിലേക്ക് ഡസ് ഫോം അല്ലെങ്കിൽ ഡു ഫോം ആവണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചോദ്യത്തിന്റെ അവസാനം എവരിഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ. അല്ലെ, എവരിഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ കണ്ടാൽ അവിടെ ഡസ് ഫോം അല്ലെങ്കിൽ ഡു ഫോം എഴുതാൻ പാടുള്ളൂ, വേറൊന്നും ആൻസർ എഴുതാൻ പാടുള്ളൂ. വിസിറ്റ്സ് അല്ലെങ്കിൽ വിസിറ്റ്, ഇത് രണ്ടാമത്തെ പേരില്ല.
ഇനി നോക്കാം എ ലോട്ട് ഓഫ് ആണ്. എ ലോട്ട് ഓഫിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? സ്റ്റുഡൻസ് ആണ്. ഞാൻ പറഞ്ഞു സ്റ്റുഡൻസ് പറഞ്ഞ മനുഷ്യരൂപത്തിലുള്ളത് എല്ലാം കൗണ്ടബിൾ നൗൺ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എസ്സിൽ അവസാനിപ്പിച്ചുകൊണ്ട് പ്ലൂറൽ ആക്കാൻ പറ്റിയാൽ അതൊക്കെ കൗണ്ടബിൾ നൗൺ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുണ്ടോ? ശരി, അപ്പൊ ഇത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ നോക്കുക, ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾക്ക് ശേഷം ഒരു കൗണ്ടബിൾ നൗൺ ആണ് വരുന്നെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട വെർബ് എന്താകണം? പ്ലൂറൽ ആകണം അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ വിസിറ്റ്സ്, വിസിറ്റ് ഇതിൽ പ്ലൂറൽ ആരാ? അല്ലെ, വിസിറ്റ്സ് പറഞ്ഞ സിംഗുലർ ആണ്, ഡസ് ഫോം. വിസിറ്റ് പറഞ്ഞ ഡു ഫോം ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ എന്താ ശരി? വിസിറ്റ് ആണ് ശരി. എന്താ ശരി? വിസിറ്റ്. അടുത്തത് നൺ ഓഫ് ദ ഇൻഫോർമേഷൻ ആർ ട്രൂ. ഇതാണ് ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, നൺ ഓഫിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? നൺ ഓഫിന് ശേഷം വന്നിരിക്കുന്നത് ഇൻഫോർമേഷൻ ആണ്. ഇൻഫോർമേഷൻ ആണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ? അൺകൗണ്ടബിൾ ആണ്. ഞാൻ പറഞ്ഞു ഫേർണിച്ചർ, ഇൻഫോർമേഷൻ ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അതിനുശേഷം വരേണ്ട വെർബ് എന്താകണം? സിംഗുലർ ആവണം. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ആറാണ്. ആറ് വരാൻ പാടുണ്ടോ? ഇല്ല. ആറിന്റെ സിംഗുലർ എന്താ? ഈസ്. ഈസ് ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഈസ് ട്രൂ ആണ്. ശരി, മനസ്സിലായോ പറഞ്ഞത്? ശരി, അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്, മറക്കരുത് കേട്ടോ. ഇനി ഈ കോങ്കോഡിലെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗം പറയുന്നത് അടുത്ത സെക്ഷൻ കേട്ടോ. കുറച്ച് വസ്തുക്കളുണ്ട്, കുറച്ച് വസ്തുക്കൾ. ഏതൊക്കെയാണ്? സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, നിക്കേഴ്സ്, ബൈനോക്കുലേഴ്സ്, സ്പെക്ടാക്കിൾസ്, ഷൂസ്. ഈ വസ്തുക്കളാണ്. ഈ വസ്തുക്കളുടെ പ്രത്യേകത എന്താ? ഇത് ജോഡിയായി കണക്കാക്കപ്പെടുന്നവയാണ്. ജോഡിയായി കണക്കാക്കപ്പെടുന്നതാണ്. അപ്പൊ ഒരു ജോഡി പറഞ്ഞാൽ അവിടെ എത്ര ഉണ്ടാവും? രണ്ടെണ്ണം ഉണ്ടാവും. നോക്ക്, ഇതിലൊക്കെ രണ്ട് ഭാഗം ഉണ്ടാവും. ഇപ്പൊ സിസേഴ്സ്, കത്രിക ഒരു ഭാഗം മാത്രം ഉണ്ടാവുള്ളൂ, ഇല്ല രണ്ട് ഭാഗം. പാൻസ് രണ്ട് ഭാഗമുണ്ട്. ട്രൗസേഴ്സ്, നിക്കേഴ്സ്, ബൈനോക്കുലേഴ്സ്, സ്പെക്ടാക്കിൾസ് ആരെങ്കിലും ഒരു ഭാഗം മാത്രം ഇട്ട് നടക്കും. കണ്ണടയിൽ ഇല്ല, രണ്ട് ഭാഗമുണ്ട്. അപ്പൊ ഇതെല്ലാം രണ്ട് ഭാഗമുണ്ട്. രണ്ടെണ്ണം ഉണ്ടായ എന്തായി? ഒരു ജോഡി. ഒരു ജോഡി പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണാണ്. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയില്ല. ഒന്നാണെങ്കിൽ സിംഗുലർ, ഒന്നിൽ കൂടുതൽ എത്ര വന്നാലും അതെന്താണ്? പ്ലൂറൽ ആണ് അല്ലെ? ഒന്നിൽ കൂടുതൽ എത്ര വന്നാലും അതെന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ ഇതെല്ലാം പ്ലൂറൽ ആയി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളാണ്. ഏതാ? സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, നിക്കേഴ്സ്, ബൈനോക്കുലേഴ്സ്, സ്പെക്ടാക്കിൾസ്, ഷൂസ് ഇതെല്ലാം ജോഡിയാണ്. ഒരു ജോഡി പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും. രണ്ട് പറഞ്ഞാൽ അത് പ്ലൂറൽ ആയി. ഒന്നാണെങ്കിൽ സിംഗുലർ, ഒന്നിൽ കൂടുതൽ എത്ര ആണെങ്കിലും എന്താ? അത് പ്ലൂറൽ ആണ്. അപ്പൊ ഇതെല്ലാം പ്ലൂറൽ ആയി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് അതിനുശേഷം വരേണ്ട നൗണും അതിനുശേഷം വരേണ്ട വെർബും എന്താകണം? പ്ലൂറൽ ആകണം. ഒന്നിൽ ആറ്, അല്ലെങ്കിൽ വേറ്, അല്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ടു ഫോം. ഇതിൽ ആരോ ഒരാളാണ് ശരി. ഓക്കെ, ശരി. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ മൈ ഷൂസ് ഡാഷ് സ്റ്റോളൻ എസ്റ്റർഡേ. ഇതാണ് ചോദ്യം അല്ലെ? ഞാൻ രണ്ട് ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം മൈ ഷൂസ് ഡാഷ് സ്റ്റോളൻ എസ്റ്റർഡേ. ഇവിടെ എസ്റ്റർഡേ എന്നൊരു പദം ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഈസ് മാറി വരുമോ? ഇല്ല. വാസ് അല്ലെങ്കിൽ വേർ. ഇതിൽ ആരോ ഒരാളാണ് ശരി. നിങ്ങൾക്ക് മൈ ഷൂസ്, ഷൂസ് ഞാൻ പറഞ്ഞു ഒരു ജോഡിയുണ്ട്, രണ്ട് ഭാഗമുണ്ട് അല്ലെ? അപ്പൊ ഈസ് ആർ വാസ വേറോ? വേറാണ് ശരി. എന്താ വരിക? വേർ. അടുത്ത് ഹെർ സ്പെക്ടാക്കിൾസ് ഹാസ് ബീൻ ബ്രോക്കൺ. അതാണ് അടുത്ത ചോദ്യം അല്ലെ? ഹെർ സ്പെക്ടാക്കിൾസ് ഇല്ല, ഈ ഭാഗത്ത് എന്തേ തെറ്റുണ്ട്, ഈ ഭാഗം ടിക്കുക. ഹാസ് ബീൻ, ഈ ഭാഗത്ത് എന്തേ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, ഈ ഭാഗം ടിക്കുക. ബ്രോക്കൺ, ഈ ഭാഗത്ത് എന്തേ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, ഈ ഭാഗം ടിക്കുക. ഇനി എല്ലാം ശരിയാണെങ്കിലോ നോ എറർ ടിക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഹെർ സ്പെക്ടാക്കിൾസ്. സ്പെക്ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോഡിയാണ്, രണ്ട് ഭാഗമുണ്ട് അല്ലെ? അപ്പൊ അതിന് വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആവണം. പ്ലൂറൽ ആവണം അല്ലെ? അപ്പൊ ഹാവ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോറി, ഹാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസ് പ്ലൂറൽ ആണോ? ഇല്ല. ഹാസിന്റെ പ്ലൂറൽ എന്താ? ഹാവ്. ഇവിടെ ഹാവ് ബീൻ ആണ് ശരി. ഇവിടെ ഹാസ് ബീൻ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം സ്പെക്ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്ലൂറൽ ആണ്. ഈ വസ്തുവിൽ പെടുന്ന ഒരു സാധനമാണ് സ്പെക്ടാക്കിൾസ്. അതുകൊണ്ട് അതിന് ഉപയോഗിക്കുന്ന വെർബ് എന്താകണം? പ്ലൂറൽ ആണ്. ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്ത ഭാഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ മുകളിൽ പറഞ്ഞ വസ്തുക്കൾക്ക് തൊട്ട് മുമ്പ്, എ പെയർ ഓഫ് എന്നൊരു പ്രയോഗം ഉണ്ടോ നോക്കാം. എ പെയർ ഓഫ് എന്നൊരു പ്രയോഗം ഉണ്ടോ നോക്കാം. മുകളിൽ പറഞ്ഞ വസ്തുക്കൾക്ക് തൊട്ടും എന്തുണ്ടോ നോക്കാം. എ പെയർ ഓഫ്. അതിന്റെ തുടക്കം തന്നെ എ പെയർ ഓഫ് ആയിരിക്കും. എ പെയർ ഓഫ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര് വരിക. എ പെയർ ഓഫ് ട്രൗസേഴ്സ് നോ, എ പെയർ ഓഫ് മൈ നിക്കേഴ്സ് നോ, എ പെയർ ഓഫ് മൈ ബൈനോക്കുലേഴ്സ് നോ. എ പെയർ ഓഫ് എന്ന ഒരു പ്രയോഗം ഈ ചോദ്യത്തിന്റെ തുടക്കമുണ്ടെങ്കിൽ, എന്നിട്ടാണ് ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു വരികയാണെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആകണം. ഒന്നില്ലെങ്കിൽ ഈസ്, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ ഹാസ്, അല്ലെങ്കിൽ ഡസ് ഫോം ആവണം. മനസ്സിലായത്? എ പെയർ ഓഫ് എന്ന ഒരു പ്രയോഗം ആണ് കൊണ്ടാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ, എന്നിട്ടാണ് ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു വരുന്നതെങ്കിൽ അപ്പൊ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്താകണം? സിംഗുലർ ആകണം. ഓക്കെ, ശരി. അപ്പൊ ഒരു ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എ പെയർ ഓഫ് മൈ ബൈനോക്കുലേഴ്സ് ഡാഷ് സ്റ്റോളൻ എസ്റ്റർഡേ. എ പെയർ ഓഫ് ഉണ്ട്. എ പെയർ ഓഫ് ആയിട്ടാണ് ബൈനോക്കുലേഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആവണം അല്ലെ? അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ആറും വരില്ല, വേറും വരില്ല. അപ്പൊ ഒന്നിന് ഈസ് അല്ലെങ്കിൽ വാസ്. ഇതിൽ ആരോ ഒരാളാണ് ശരി. കാരണം എ പെയർ ഓഫ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്താവണം? സിംഗുലർ ആവണം. ഇനി നോക്കൂ, ഇവിടെ യെസ്റ്റർഡേ എന്നൊരു പദമുണ്ട്. യെസ്റ്റർഡേ എന്നുള്ളൊരു പദമുണ്ട്. ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈസ് വരുമോ? ഇല്ല. എന്താ വരിക? വാസ്. അപ്പൊ എ പെയർ ഓഫ് മൈ ബൈനോക്കുലേഴ്സ് വാസ് സ്റ്റോളൻ യെസ്റ്റർഡേ. അതാണ് ശരി. പിടികിട്ടിയോ? ശരി.
ഇനി അടുത്ത ഭാഗമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരു ചോദ്യത്തിന്റെ തുടക്കം വൺ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഈച്ച് ഓഫ് നൈദർ ഓഫ് ഐദർ ഓഫ് എവരി വൺ ഓഫ്. ഒരു ചോദ്യത്തിന്റെ തുടക്കം എന്താണ്? വൺ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഈച്ച് ഓഫ് നൈദർ ഓഫ് ഐദർ ഓഫ് എവരി വൺ ഓഫ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടൊരു ചോദ്യം തുടങ്ങി, ഈ 6 ഏതെങ്കിലും ഒന്ന് കൊണ്ടൊരു ചോദ്യം തുടങ്ങിയാൽ അതിന് തൊട്ട് ശേഷം ഒരു നൗണ് വരും, അത് പ്ലൂറൽ ആകണം. അതെന്താകണം? പ്ലൂറൽ നൗൺ ആകണം. ഇപ്പൊ ബോയ് എന്ന് പറയുന്നത് ബോയ്സ് എന്ന് പറയണം അവിടെ, ഗേൾ എന്ന് പറയുന്നത് ഗേൾസ് എന്ന് പറയണം അവിടെ, സ്റ്റുഡന്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്ന് പറയണം അവിടെ, പ്ലൂറൽ നൗൺ ആകണം. ഇനി ആ നൗണിന് ശേഷം ഒരു വേർബ് വരും, അത് സിംഗുലർ ആകണം. ആണെന്ന് പറയാനാണെങ്കിൽ ഈസ് ഉപയോഗിക്കണം, ആയിരുന്നു പറയാൻ വാസ് ഉപയോഗിക്കണം, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഹാസ് ഉപയോഗിക്കണം, ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഡസ് ഫോം യൂസ് ചെയ്യണം. മനസ്സിലായോ? ഏതൊക്കെയാണ്? വൺ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഈച്ച് ഓഫ് നൈദർ ഓഫ് ഐദർ ഓഫ് എവരി വൺ ഓഫ്. ഈ 6 ഏതെങ്കിലും ഒന്ന് കൊണ്ട് ഒരു ചോദ്യം തുടങ്ങുകയും അതിനുശേഷം ഒരു നൗൺ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ നൗൺ ആയിരിക്കും, ഒരു വേർബ് ആണെങ്കിൽ അത് സിംഗുലർ വേർബ് ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ശരി, ഞാൻ ഇവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്, 2 ചോദ്യം എഴുതിയിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് യെസ്റ്റർഡേ. നോക്കൂ, വൺ ഓഫ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ, അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറൽ ഫ്രണ്ട്സ്. അപ്പൊ മൈ ഫ്രണ്ട് എന്നാണ് പറയുന്നത്, മൈ ഫ്രണ്ട് തെറ്റാ, മൈ ഫ്രണ്ട്സ്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള വേർബ് കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലെ. ഇവിടെ നോക്കൂ, എസ്റ്റർഡേ എന്നുള്ളൊരു പദം ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, എസ്റ്റർഡേ ഉണ്ടെങ്കിൽ ഈസും ആറും വരില്ല, വാസ് അല്ലെങ്കിൽ വേർ, ഇതിൽ ആരോ ഒരാളാണ് ശരി അല്ലെ. ഞാൻ പറഞ്ഞു, ഈ 6 ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങിയാൽ അതിന് ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറൽ വേർബ് സിംഗുലറുമാകണം. അപ്പൊ വാസ് വേർ, ഇതിൽ ആരാ സിംഗുലർ? ആരാ? വാസ് അല്ലെ. അപ്പൊ എന്താ ആൻസർ വരിക? വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് യെസ്റ്റർഡേ. അടുത്ത ചോദ്യം എന്താ? എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ്. എവരി വൺ ഓഫ് ദ സ്റ്റുഡന്റ് അല്ല, സ്റ്റുഡൻസ് കേട്ടോ. എവരി വൺ ഓഫ് ദ സ്റ്റുഡന്റ് പറഞ്ഞാൽ തെറ്റാ, എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ്, ആ വിദ്യാർത്ഥികൾ എല്ലാവരും, അതാണ് അർത്ഥം. എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഗിവൺ സർട്ടിഫിക്കറ്റ്സ് നൗ, ഡാഷ് ഗിവൺ സർട്ടിഫിക്കറ്റ്സ് നൗ. അപ്പൊ ഒരു കാര്യം ഉണ്ട്, ഇവിടെ നൗ എന്നുള്ള പദം ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, വാസും വേറും വരില്ല, ഒന്നില്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്, ഇതിൽ ആരോ ഒരാളാണ് ശരി. ഇനി നോക്ക്, എവരി വൺ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിന് ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറലും വേർബോ സിംഗുലറും ആകണം. ഈസ് ആറ്, ഇതിൽ സിംഗുലർ വേർബ് ആരാ? ഈസ് ആറ്, സിംഗുലർ വേർബ് ആരാ? ഈസ് അല്ലേ? ശരി, അപ്പൊ ഈസ് ആണ് അവിടെ ശരി. ഈസ് ഗിവൺ സർട്ടിഫിക്കറ്റ്സ്, അതാണ് ശരി. ഓക്കെ, ഇനി അടുത്ത ഭാഗം പറയുന്നത് കേട്ടോ. നോക്ക, ഒരു ചോദ്യം എ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ, എ നമ്പർ ഓഫ് കൊണ്ട് ഒരു ചോദ്യം തുടങ്ങിയാൽ അതിനുശേഷം ഒരു നൗൺ വരും, അത് പ്ലൂറൽ ആകണം. ആ നൗണിന് ശേഷം ഒരു വേർബ് വരും, അതും പ്ലൂറൽ ആകണം. എപ്പോ ഒരു ചോദ്യം എ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഒരു നൗൺ വരും, അത് പ്ലൂറൽ ആകണം, ഒരു വേർബ് വരും, അതും പ്ലൂറൽ ആകണം. ഓക്കെ, ഇനി അതേസമയം ഒരു ചോദ്യം ദ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഒരു നൗൺ വരും, അത് പ്ലൂറൽ ആകണം, പക്ഷെ അതിനുശേഷമുള്ള വെർബ് ഉണ്ടല്ലോ, അത് സിംഗുലർ ആകണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു ചോദ്യം എ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങാം, ദ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങാം, അത് ചോദിക്കാറുണ്ട് PSC. എ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറൽ, വേർബും പ്ലൂറൽ ആകണം, വേർബും സെയിം പ്ലൂറൽ ആകണം. ദ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറൽ, വേർബ് സിംഗുലർ ആകണം, വേർബ് എന്താകണം? സിംഗുലർ ആകണം. പിടികിട്ടിയോ പറഞ്ഞത്? ശരി, ഞാൻ 2 ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് വെയിറ്റിംഗ് ഫോർ യു നൗ, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, നൗ എന്നുള്ള പദം ഉണ്ട്, അപ്പൊ വാസും വേറും വരില്ല, ഈസ് അല്ലെങ്കിൽ ആറ്, ഇതിൽ ആരോ ഒരാളാണ് ശരി. ഇനി നോക്കൂ, എ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനെ ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറലും വേർബും പ്ലൂറൽ ആവണം. അപ്പൊ ഈസോ ആറ്, എന്താ വരിക? ആറല്ല, അതിൽ പ്ലൂറൽ വേർബ് ആറാണ് ശരി. അടുത്ത ചോദ്യം എന്താ? The number of students in the class dash 37 yesterday. Let the number of students in the class dash 37 yesterday. Yesterday എന്നുള്ള പദം ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഈസും ആറും വരില്ല, ഒന്നില്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ, ഇതിൽ ആരോ ഒരാളാണ് ശരി. ഇനി നോക്കൂ, ദ നമ്പർ ഓഫ് ആണ് അല്ലെ. ദ നമ്പർ ഓഫ് കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറലും വേർബ് സിംഗുലറും ആകണം. സിംഗുലർ വേർബ് ആരാ? അതിൽ വാസ് പറയുന്നത്, സിംഗുലർ ആരാ? വാസ് ആണ് ശരി. മനസ്സിലായി പറഞ്ഞത്? ശരി. അപ്പൊ എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ കോങ്കേർഡിന്റെ ഞാൻ അടുത്ത സെക്ഷൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഒരു ചോദ്യം മെനി എ അല്ലെങ്കിൽ മോർ ദാൻ വൺ കൊണ്ട് തുടങ്ങിയാൽ, കൊണ്ട് തുടങ്ങിയാൽ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, കേരള PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു ചോദ്യം മെനി എ അല്ലെങ്കിൽ മോർ ദാൻ വൺ കൊണ്ട് തുടങ്ങിയാൽ അതിന് തൊട്ട് ശേഷം ഒരു നൗണ് വരും, അത് എപ്പോഴും സിംഗുലർ ആകണം. എന്താകണം? സിംഗുലർ ആകണം. ആ നൗണിന് ശേഷം ഒരു വേർബ് വരും, അതും എപ്പോഴും സിംഗുലർ ആകണം. മനസ്സിലാവും? മെനി എ അല്ലെങ്കിൽ മോർ ദാൻ വൺ കൊണ്ട് തുടങ്ങിയാൽ, ഒരു ചോദ്യം തുടങ്ങിയാൽ അതിന് തൊട്ട് ശേഷം ഒരു നൗൺ വരും, അത് എപ്പോഴെന്താകണം? സിംഗുലർ ആകണം. ആ നൗണിന് ശേഷം ഒരു വേർബ് വരും, അത് എപ്പോഴെന്താകണം? സിംഗുലർ ആകണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശരി, ഞാൻ ഒരു ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് സെന്റൻസ് കണ്ടെത്താനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മെനി എ 4 സെന്റൻസ് കണ്ടോ നിങ്ങൾ ഇവിടെ? ഓക്കെ, ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, അത് കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ മെനി എ സ്റ്റുഡൻസ് ഹാസ് കം ഹിയർ, 4 ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, മെനി എ സ്റ്റുഡൻസ്
സ്റ്റുഡൻസ് ഹാസ് കം ഹിയർ. ഇത് ശരിയാണോ? ഇല്ല. മെനി എ സ്റ്റുഡൻസ് എന്ന് പറയാൻ പാടില്ല, പറഞ്ഞ തെറ്റ. മെനി എ സ്റ്റുഡന്റ് അതാണ് ശരി, അവിടെ തന്നെ തെറ്റി. അപ്പൊ ഒന്നാമത്തെ തെറ്റാ. ഇനി മെനി എ സ്റ്റുഡന്റ് ഹാവ് കം ഹിയർ. മെനി എന്ന് ശേഷം ഉപയോഗിക്കേണ്ട നൗൺ പ്ലൂറൽ, നൗൺ സിംഗുലർ ആകണം, വേർബും സിംഗുലർ ആകണം. നൗൺ സിംഗുലർ ആണ്, വേർബോ ഇല്ല. വേർബോ ഹാവ് ആണ്, ഹാവ് സിംഗുലർ ആണ്, ഇല്ല. ഇവിടെ ഹാസ് വരാൻ പാടുള്ളൂ, ഇവിടെ ഹാവ് പറഞ്ഞ തെറ്റാ. അടുത്തത് മെനി എ സ്റ്റുഡൻസ് ഹാവ് കം ഹിയർ. ഇത് ശരിയാണോ? ഇല്ല. കാരണം മെനി എന്ന് ശേഷം ഉപയോഗിക്കേണ്ട നൗൺ സിംഗുലർ ആകണം. ഇവിടെ സ്റ്റുഡൻസ് എന്നറിയപ്പെടുന്ന നൗൺ ഉണ്ട്, അത് പ്ലൂറൽ ആണ്, അത് ഒരിക്കലും അവിടെ ചേർക്കാൻ പാടില്ല, തെറ്റാ. ഇനി മെനി എ സ്റ്റുഡന്റ് ഹാസ് കം ഹിയർ. ഇത് ശരിയാണോ? തീർച്ചയായിട്ടും ഇത് ശരിയാ. നോക്കൂ, മെനി എന്ന് ശേഷം ഉപയോഗിക്കേണ്ട നൗൺ സിംഗുലർ ആകണം, വേർബും സിംഗുലർ ആകണം. വേർബും സിംഗുലർ ആകണം അല്ലെ. ചില കുട്ടികൾ ഇവിടെ കാണാൻ വന്നില്ല, ചില വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്, അതാണ് അർത്ഥം. അല്ലെങ്കിൽ പല വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്, അതാണ് എന്റെ കറക്റ്റ് മലയാളം. ഓക്കെ, അപ്പോ മെനി ഏലീഷ് ഉപയോഗിക്കേണ്ട നൗൺ സിംഗുലർ ആകണം, അത് സിംഗുലർ ആണ്. വേർബോ അതും സിംഗുലർ ആകണം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ മെനി എ അല്ലെങ്കിൽ മോർ ദാൻ വൺ കൊണ്ട് തുടങ്ങിയാൽ അതിനുശേഷം ഉപയോഗിക്കുന്ന നൗണും വേർബ് രണ്ട് സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഈ കോങ്കോഡിന്റെ അടുത്ത ഭാഗം പറയുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട്. ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ഒരു ഹൈറ്റ്, അതിനിപ്പോ 1 സെന്റിമീറ്റർ ആണെങ്കിലും 10,000 സെന്റിമീറ്റർ ആണെങ്കിലും, ഒരു വെയിറ്റ് അതിപ്പോ 1 കിലോ ആണെങ്കിലും 1000 കിലോ ആണെങ്കിലും, ഒരു ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണെങ്കിലും 100 കിലോമീറ്റർ ആണെങ്കിലും, ഈ എമൗണ്ട് അത് 1 രൂപയാണെങ്കിലും 1 കോടിയാണെങ്കിലും. അപ്പൊ ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട് ഇത് എത്ര വന്നോട്ടെ, എത്രയോ ആയിക്കോട്ടെ, അത് എപ്പോഴും സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ഡോളർ ആണെങ്കിലും, ഒരു രൂപയാണെങ്കിലും, 1 കോടിയാണെങ്കിലും, $1 ആണെങ്കിൽ $100, എത്ര ആയിക്കോട്ടെ. അപ്പൊ ഒരു ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട് ഇത് എത്രയാണെങ്കിലും എപ്പോഴും എങ്ങനെ പരിഗണിക്കാൻ പാടുള്ളൂ? സിംഗുലർ ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കേണ്ട വെറുപ്പ് എന്താകണം? സിംഗുലർ ആകണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശരി, നോക്കൂ. 83 kilograms ഡാഷ് മൈ വെയിറ്റ് ലാസ്റ്റ് ഇയർ. ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ 83 kilograms 83 ഉണ്ടല്ലോ എന്ന് കരുതി പ്ലൂറൽ ആയിട്ട് പരിഗണിക്കാൻ പാടുണ്ടോ? ഇല്ല. അതിപ്പോ 83 അല്ല, ഇനിയിപ്പോ 1000 കിലോ ആണെങ്കിലും ഇനിയിപ്പോ എത്ര ആയിക്കോട്ടെ, അത് എപ്പോഴും സിംഗുലർ ആണ്. കാരണം ഇത് അളവുകളാണ്. അളവുകൾ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അളവ് പറഞ്ഞാൽ ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട്, ഇതാണ് അളവ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കേണ്ട വെറുപ്പ് എന്താകണം? സിംഗുലർ ആകണം. അപ്പൊ നോക്കൂ, ഇവിടെ ലാസ്റ്റ് ഇയർ എന്നൊരു പദമുണ്ട്. അപ്പൊ ഈസും ആറും വരും. ഇല്ല, വാസ് അല്ലെങ്കിൽ ഇതിൽ ആരോ ഒരാളാണ് ശരി. ഇനി നോക്കൂ, 83 kilograms പറഞ്ഞാൽ എന്താ? അതൊരു വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് എപ്പോഴും സിംഗുലർ ആണ്. അപ്പൊ വാസ് വെറുതെ ആരാ വരിക? വാസാണ് ശരി. അടുത്ത ചോദ്യം, $100 ഡാഷ് ഗിവൻ ടു ഹിം യെസ്റ്റർഡേ. $100 അവൻ ഇന്നലെ നൽകി. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ $100 ഉണ്ടല്ലോ, 100 ഉണ്ടല്ലോ എന്ന് കരുതി അത് പ്ലൂറൽ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. ഇനിയിപ്പോ 100 കോടിയാണെങ്കിലും അത് എപ്പോഴും സിംഗുലർ ആണ്. അതുകൊണ്ട് അതിനുശേഷം വരേണ്ട വെറുപ്പ് എന്താകണം? സിംഗുലർ ആവണം. അപ്പൊ ആറും വരില്ല, വേറും വരില്ല. അതിന് ഈസ് അല്ലെങ്കിൽ വാസ്. ഇനി നോക്ക്, യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസോ വാസോ എന്താ വരിക? വാസ് ആണ് ശരി. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട് ഇത് എപ്പോഴും എന്താണ്? സിംഗുലർ ആണ്. എത്ര ആണെങ്കിലും സിംഗുലർ ആണ്, മറക്കരുത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ചില നാമങ്ങൾ കണ്ടാൽ അത് പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷെ അത് സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ബോയ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? ബോയ്സ്. ഗേൾ എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? ഗേൾസ്. സ്റ്റുഡന്റ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? സ്റ്റുഡൻസ്. പ്ലെയർ എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താ? പ്ലെയേഴ്സ്. അപ്പൊ എസ്സിൽ അവസാനിപ്പിച്ചാൽ അത് പ്ലൂറലായി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എസ്സിൽ അവസാനിപ്പിച്ചാൽ ഒരു നൗൺ എസ്സിൽ അവസാനിച്ചാൽ അത് പ്ലൂറലായി, ശരിയാ. പക്ഷെ എസ്സിൽ അവസാനിച്ചത് എല്ലാം പ്ലൂറലാണ്? അല്ല അല്ല അല്ല. ചില പ്രത്യേകിച്ച് പഠനശാഖകൾ അല്ലെ, ചിലത് എസ്സിൽ അവസാനിക്കും, പക്ഷെ അത് സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. ഇപ്പൊ മാത്തമാറ്റിക്സ് എസ്സിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് കരുത് ആരെങ്കിലും കണക്കുകൾ എന്ന് പറയോ? ഫിസിക്സ് എസ്സിൽ അവസാനിച്ചിട്ട് എന്ന് കരുത് ഭൗതിക ശാസ്ത്രം എന്ന് പറയോ? എക്കണോമിക്സ്, പൊളിറ്റിക്സ് എസ്സിൽ അവസാനിച്ചിട്ട് എന്ന് കരുത് രാഷ്ട്രമീമാംസകൾ എന്ന് പറയില്ല, അത് സിംഗുലർ ആണ് അല്ലെ. രാഷ്ട്രമീമാംസ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നേ പറയാൻ പാടുള്ളൂ, സാമ്പത്തിക ശാസ്ത്രങ്ങൾ എന്ന് പറയാൻ പാടില്ല. അപ്പൊ ചില നാമങ്ങൾ എസ്സിൽ അവസാനിച്ചത് പ്ലൂറൽ ആണല്ലേ. അപ്പൊ ചില നാമങ്ങൾ കണ്ടാൽ പ്ലൂറൽ ആയി തോന്നുമെങ്കിലും അത് സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതിനെ ഉപയോഗിക്കേണ്ട വെർബ് എന്താകണം? സിംഗുലർ ആകണം. പിടികിട്ടിയോ? ശരി, നോക്കൂ. മാത്തമാറ്റിക്സ് ഡാഷ് മൈ ഫേവറേറ്റ് സബ്ജക്ട് നൗ അല്ലെ. മാത്തമാറ്റിക്സ് അല്ലെ എസ്സിൽ അവസാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലൂറലായി പരിഗണിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, പിന്നെ ന്യൂസ് കേട്ടോ. ന്യൂസ് ഒക്കെ അതിൽപ്പെടും, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സിംഗുലർ ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ശരി. അപ്പൊ നോക്കൂടെ, നൗ എന്നുള്ളൊരു പദം അവിടെ ഉണ്ട്, കണ്ട നിങ്ങൾ? ശരി. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, വാസും വേറും വരില്ല. ഒന്നില്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആരോ ഒരാളാണ് ശരി.
ഇനി നോക്കൂ മാത്തമാറ്റിക്സ്, ഞാൻ പറഞ്ഞു എസ് അവസാനിച്ചിട്ടുണ്ട്, പക്ഷെ പ്ലൂറൽ ആണ്, അല്ല സിംഗുലർ ആയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്, സിംഗുലർ ആയിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈസ് ആണോ? ഈസ് ആണ് ശരി. അപ്പൊ മാത്തമാറ്റിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് കോങ്കേർഡ് എന്ന് പറഞ്ഞ ഭാഗം. കോങ്കേർഡിൽ എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ കേരള PSC എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, ശരി. അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക, പഠിപ്പിച്ച ഭാഗം നന്നായിട്ട് നോക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.